അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വിജയ്ക്ക് കരൂരിലെ ദുരന്തം വലിയ തിരിച്ചടിയായി. ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് വിജയ്. ചെന്നൈയിലെ വീട്ടിൽ നിന്ന് വീഡിയോ കോളിലൂടെയായിരുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് സംസാരിച്ചത്. അതേസമയം ഈ സംഭവത്തിൽ കരൂർ സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. വിജയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ തൽക്കാലം മാറ്റിവെച്ചു എന്ന വിവരവുമുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു, അതേസമയം വിജയുടെ പ്രൊമോഷൻ പരിപാടികൾ തൽക്കാലം നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നുണ്ടല്ലോ. അഭിലാഷ്, ഇന്ന് 5 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ് അന്ന് കരൂർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് വിജയ് സംസാരിച്ചത്. അതിൽ കൂടുതൽ നേരവും വിജയ് മൗനമായിട്ടിരിക്കുകയും കരയുകയുമാണ് ചെയ്തതെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. താൻ കൂടെയുണ്ട്, തന്നെയും ഒരു കുടുംബത്തിലൊരു അംഗം പോലെ കാണണം, ഒരിക്കലും കൈവിട്ട് കളയില്ല, എപ്പോൾ ഒരു സമയം നമുക്ക് നേരിട്ട് കാണാം തുടങ്ങിയിട്ടുള്ള വാഗ്ദാനങ്ങളടക്കം വിജയ് നൽകി. 8 കുടുംബങ്ങളോട് വരെ ഇന്ന് സംസാരിച്ചു വിജയ്. ഇനി ഒരു 28 കുടുംബങ്ങളോടുകൂടി വിജയ് വരും ദിവസങ്ങളിൽ സംസാരിക്കും. ഇന്നലെ രാവിലെ മുതൽ തന്നെ TVKയുടെ നേതാവ് അരുൺ രാജ് എന്ന് പറയുന്ന TVKയുടെ നേതാവ് ഈ മരിച്ചവരുടെ കുടുംബത്തിലേക്ക് നേരിട്ട് പോവുകയും അവിടുന്ന് വിജയുടെ ഈ പാർട്ടി നേതാവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിജയ് ഈ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ കോൾ നടക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യരുതെന്ന് കുടുംബാംഗങ്ങളോട് പ്രത്യേകം TVK നേതാവ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കാരണം ഇത് പുറത്തു പോകരുത്, വിജയും ഈ സംഭാഷണങ്ങളൊന്നും പുറത്തു പോകരുത് എന്നുള്ളൊരു കാര്യം കൂടി TVK നേതാവ് ഈ കുടുംബാംഗങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വലിയ വിതുമ്പിക്കൊണ്ടാണ് പലപ്പോഴും വിജയ് സംസാരിച്ചത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പറ്റുന്ന ദിവസം നേരിട്ട് കാണാമെന്നും എല്ലാ സഹായങ്ങളും തൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും ഞങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് ഒരു തരത്തിലും അത് താൻ എന്ത് ചെയ്താലും അത് മതിയാവില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് വിജയ് കുടുംബാംഗങ്ങളോട് നടത്തിയത്. അതേസമയം തന്നെ ജനുവരി 26-ന് റിലീസാവാനുള്ള വിജയുടെ ചിത്രത്തിൻ്റെ പ്രമോഷൻ പരിപാടികൾ തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള തീരുമാനം കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ 41ഓളം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ വിജയ് കൂടുതൽ ആഘോഷ പരിപാടികളിലേക്ക് പോകുന്നത് അതത്ര നല്ലതായിരിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇത്തരത്തിൽ ഇനി റിലീസാവാൻ ഇരിക്കുന്ന ചിത്രത്തിൻ്റെ പ്രമോഷൻ പരിപാടികളിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറിയിരിക്കുന്നത്. ഒരു പക്ഷേ ചിത്രത്തിൻ്റെ റിലീസ് കൂടി മാറ്റിവെക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വശത്ത് ഈ കരൂർ ദുരന്തത്തിൽ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ വന്നെങ്കിലും എല്ലാ ഹർജികളെയും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. നിലവിൽ SIT അന്വേഷണവും ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് മദ്രാസ് ഹൈക്കോടതിയുടെ തീരുമാനം വന്നത്. എന്നാൽ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് BJP കൗൺസിലർ ഉമ ആനന്ദൻ. അതിൽ പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കോടതിയിൽ എത്തിയിരിക്കുന്നത് DMK-ക്കെതിരെയാണ്, TVK അല്ല അവരുടെ പ്രധാന എതിരാളിയായിട്ട് അവർ കാണുന്നത്. യെസ്, എന്തായാലും കരൂരിലെ അപകടം അതൊരു ആൾക്കൂട്ട അപകടമായിരുന്നു. അതിൽ ഗൂഢാലോചനയൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അത് വ്യക്തമാകുന്നില്ല. പക്ഷേ ഗാസി